നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ആകുമ്പോൾ കേരളത്തിലെ കേബിൾ TV ഓപ്പറേറ്റർമാർ ഒരു മൾട്ടി പ്രൊവൈഡറായി മാറുമെന്ന് COA സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ. COA 15ാം ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ചുള്ള പ്രതിനിധി സമ്മേളനം തൃപ്രയാറിൽ പ്രവീൺ മോഹൻ ഉദ്ഘാടനം ചെയ്തു. കുന്നംകുളത്ത് കാറിടിച്ചു പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന ചൊവ്വന്നൂർ സ്വദേശി മരിച്ചു. ചൊവ്വന്നൂർ സേതുനഗർ സ്വദേശി കുളിപ്പറമ്പിൽ വീട്ടിൽ 75 വയസ്സുള്ള രാമനാണ് മരിച്ചത്. ചരിത്രപ്രസിദ്ധമായ വേലൂർ മണിമലർക്കാവ് കുതിരവേലയുടെ പറപുറപ്പാട് ആരംഭിച്ചു. കുതിരവേല ഫെബ്രുവരി 21, 22, 23, 24 തീയതികളിൽ. പ്രസിദ്ധമായ ചാലിശ്ശേരി മുലയമ്പറമ്പത്തുകാവ് പൂരാഘോഷം മാർച്ച് 1 ഞായറാഴ്ച ആഘോഷിക്കാനിരിക്കെ ചാലിശ്ശേരി പട്ടാമ്പി റോഡിലെ നവീകരണ ജോലികൾ ഭക്തർക്കും നാട്ടുകാർക്കും ബുദ്ധിമുട്ടാകുമോ എന്ന് ആശങ്ക. തണത്തറ പാലം മുതൽ കൂറ്റനാട് പള്ളി വരെയുള്ള റോഡിന്റെ ഇരുവശങ്ങളിലുമാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. കുറുക്കൻപാറയിൽ വർഷങ്ങളായി കുന്നുകൂടി കിടക്കുന്ന മാലിന്യ പ്രശ്നങ്ങൾക്ക് ശാസ്ത്രീയ പരിഹാരമൊരുക്കുന്ന ബയോ മൈനിംഗ് പദ്ധതിക്ക് കുന്നംകുളം നഗരസഭയിൽ തുടക്കം. ഗ്രീൻ പാർക്കിൽ നടന്ന ചടങ്ങിൽ കുന്നംകുളം MLA AC മൊയ്തീൻ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. വിശദമായ വാർത്തയിലേക്ക്. മാറിവരുന്ന മാറ്റങ്ങൾക്കനുസരിച്ച് പുതിയ സംരംഭങ്ങൾ ആരംഭിച്ച് കൃത്യമായ കാഴ്ചപ്പാടോടെയാണ് COA മുന്നോട്ടു പോകുന്നതെന്നും 2030 ആകുമ്പോൾ കേരളത്തിലെ കേബിൾ TV ഓപ്പറേറ്റർമാർ ഒരു മൾട്ടി പ്രൊവൈഡറായി മാറുമെന്നും COA സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ പറഞ്ഞു. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ 15ാം ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ചുള്ള പ്രതിനിധി സമ്മേളനം തൃപ്രയാറിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു പ്രവീൺ മോഹൻ. തലമുറ മാറ്റം മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം. മാറ്റത്തിനനുസരിച്ച് നാം മാറിയില്ലെങ്കിൽ നമ്മൾ മാറ്റപ്പെടും. കുത്തക കമ്പനികളുടെ വെല്ലുവിളികളെ അതിജീവിച്ചാണ് ബ്രോഡ്ബാൻഡ് മേഖല മുന്നോട്ടു പോകുന്നത്. ഇത്തരം വെല്ലുവിളികളെ അതിജീവിച്ചാണ് നമ്മുടെ ഭാവി മേഖലയെ വിഭാവനം ചെയ്യേണ്ടത്. ഒരു കൺസ്യൂമർക്ക് ആവശ്യമായ ടോട്ടൽ സർവീസ് പ്രൊവൈഡർ എന്ന നിലയിൽ എല്ലാ സേവനങ്ങളും നൽകാൻ കഴിയുന്ന രീതിയിൽ ഇന്ന് കേരള വിഷൻ മാറിയിട്ടുണ്ടെന്നും വെല്ലുവിളികളോടൊപ്പം അപാരമായ സാധ്യതകളും നമ്മുടെ മുന്നിലുണ്ടെന്നും അത് കൃത്യമായി പ്രയോജനപ്പെടുത്താൻ കഴിയണമെന്നും പ്രവീൺ മോഹൻ പറഞ്ഞു. നമുക്ക് വന്നിട്ടുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണ്? 2007 അനലോഗ് കേബിൾ ടിവിയിൽ നിന്നും ഡിജിറ്റൽ കേബിൾ ടിവിയുടെ അനിവാര്യത മനസ്സിലാക്കി ആ മേഖലയിലേക്ക് കടന്നു വരുന്നതിന് വേണ്ടി കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കേരള കമ്മ്യൂണിക്കേറ്റേഴ്സ് കേബിൾ ലിമിറ്റഡ് എന്ന നമ്മുടെ KCCL എന്ന് പറയുന്ന നമ്മുടെ സ്ഥാപനം ആരംഭിച്ചപ്പോൾ അതിന് രാജ്യത്തെ മൾട്ടി സിസ്റ്റം ഓപ്പറേറ്റർ എന്നുള്ള പദവി കിട്ടിയപ്പോൾ കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ മെമ്പർമാരായിരുന്ന ലോക്കൽ കേബിൾ TV ഓപ്പറേറ്റർമാർ രാജ്യത്തെ ആദ്യത്തെ ചെറുകിട മേഖലയിൽ പ്രവർത്തിക്കുന്ന മൾട്ടി സിസ്റ്റം ഓപ്പറേറ്ററായി മാറ്റപ്പെട്ടു. തൃപ്രയാർ കോർണിഷ് കൺവെൻഷൻ സെന്ററിൽ ആരംഭിച്ച സമ്മേളനത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് COA ജില്ലാ പ്രസിഡന്റ് TD സുഭാഷ് പതാക ഉയർത്തി. തുടർന്ന് നടന്ന പ്രതിനിധി സമ്മേളനത്തിൽ ജില്ലാ പ്രസിഡന്റ് TD സുഭാഷ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി P. ആന്റണി ജില്ലാ പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ CG ജോസ് സാമ്പത്തിക റിപ്പോർട്ടും പോൾ ജേക്കബ് ഓഡിറ്റ് റിപ്പോർട്ടും മോഹനകൃഷ്ണൻ അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു. COA ജനറൽ സെക്രട്ടറി PB സുരേഷ്, സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം KV രാജൻ, KCCL MD PP സുരേഷ് കുമാർ, സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം പ്രജേഷ് അച്ചാണ്ടി, കേരള വിഷൻ MD ജയപ്രകാശ്, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ PM നാസർ, CA ബൈജു, PB ബിജു, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ ജോർജ് ലിയോ, ജേക്കബ് ജെറോം, MP തോമസ്, സ്വാഗത സംഘം ജനറൽ കൺവീനർ ബിജുകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. കുന്നംകുളത്ത് കാറിടിച്ചു പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന ചൊവ്വന്നൂർ സ്വദേശി മരിച്ചു. ചൊവ്വന്നൂർ സേതുനഗർ സ്വദേശി കുളിപ്പറമ്പിൽ വീട്ടിൽ 75 വയസ്സുള്ള രാമനാണ് മരിച്ചത്. സംഭവത്തിൽ
കാർ ഡ്രൈവർക്കെതിരെ കുന്നംകുളം പോലീസ് കേസെടുത്തു. കഴിഞ്ഞ ജനുവരി 16-ന് വൈകിട്ട് 7:30 സേതുനഗർ റോഡിലാണ് അപകടം നടന്നത്. കുന്നംകുളം ഭാഗത്തു നിന്നും വടക്കാഞ്ചേരി ഭാഗത്തേക്ക് വരികയായിരുന്ന കാർ റോഡ് മുറിച്ചു കടക്കുകയായിരുന്ന രാമനെ ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ റോഡിലേക്ക് തെറിച്ചു വീണ രാമന്റെ തലയ്ക്കും കാലിനും ഗുരുതരമായി പരിക്കേറ്റു. ഉടൻ തന്നെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലിരിക്കെയാണ് മരണം സംഭവിച്ചത്. അമിത വേഗതയിലും അശ്രദ്ധമായും വാഹനം ഓടിച്ചതാണ് അപകടത്തിന് കാരണമായതെന്ന് എഫ്ഐആറിൽ പറയുന്നു. പ്രസിദ്ധമായ ചാലിശ്ശേരി മുലയമ്പറമ്പത്തുകാവ് പൂരാഘോഷം മാർച്ച് 1-ന് ഞായറാഴ്ച ആഘോഷിക്കാനിരിക്കെ ചാലിശ്ശേരി പട്ടാമ്പി റോഡിലെ നവീകരണ ജോലികൾ ഭക്തർക്കും നാട്ടുകാർക്കും ബുദ്ധിമുട്ടാകുമോ എന്ന് ആശങ്ക. തൃശൂർ ജില്ലാ അതിർത്തിയായ തണത്തറ പാലം മുതൽ കൂറ്റനാട് പള്ളി വരെ റോഡിന്റെ ഇരുവശങ്ങളിലും അഴുക്കുചാൽ നിർമ്മാണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ചാലിശ്ശേരി ക്ഷേത്ര മൈതാനത്തിന്റെ ഭാഗങ്ങളിൽ സരസ്മേളയ്ക്ക് ശേഷമാണ് റോഡിന്റെ ഒരു വശം ഏകദേശം 3 മീറ്റർ നീളത്തിലും 1 അടി താഴ്ചയിലും മണ്ണു മാറ്റിയിട്ടുള്ളത്. ഈ ഭാഗം സിമന്റ്, കരിങ്കല്ല് എന്നിവ ചേർത്ത് മൂടിയ ശേഷമേ അഴുക്കുചാലുകൾക്ക് സ്ലാബുകൾ സ്ഥാപിക്കാൻ കഴിയൂ. എന്നാൽ ഇതുവരെ ഈ പ്രവർത്തനങ്ങൾ പൂർത്തിയായിട്ടില്ല. തണത്തറ പാലം മുതൽ മൈതാനം അവസാനിക്കുന്ന ഭാഗം വരെ റോഡിന്റെ ഒരു വശം ഇപ്പോഴും മണ്ണ് മാറ്റിയ നിലയിലാണ്. രാത്രി സമയങ്ങളിൽ അപകട സാധ്യതയും ഏറെയാണ്. പൂരത്തലേന്ന് നടക്കുന്ന പൂരവാണിഭ ദിനത്തിലും പൂരദിവസമായ മാർച്ച് 1-നും ആയിരക്കണക്കിന് ആളുകളാണ് മൈതാനത്തേക്ക് ഒഴുകിയെത്തുക. 3 ജില്ലകളിൽ നിന്നായി ഏകദേശം 45 ഗജവീരന്മാർ അണിനിരക്കുന്ന പ്രധാന ഉത്സവമായതിനാൽ നാടിന്റെ ഉത്സവത്തിന് മുമ്പായി കൂടുതൽ ജോലിക്കാരെ ഈ മേഖലയിൽ നിയോഗിച്ച് നിലവിലുള്ള റോഡ് നവീകരണ പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കണമെന്നാണ് നാട്ടുകാരുടെയും ഉത്സവ സംഘാടക സമിതിയുടെയും ശക്തമായ ആവശ്യം. കുറുക്കൻപാറയിൽ വർഷങ്ങളായി കുന്നുകൂടി കിടക്കുന്ന മാലിന്യ പ്രശ്നങ്ങൾക്ക് ശാസ്ത്രീയ പരിഹാരമൊരുക്കുന്ന ബയോ മൈനിംഗ് പദ്ധതിക്ക് കുന്നംകുളം നഗരസഭയിൽ ഔദ്യോഗിക തുടക്കം. ഗ്രീൻ പാർക്കിൽ നടന്ന ചടങ്ങിൽ കുന്നംകുളം MLA AC മൊയ്തീൻ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. നഗരസഭയിൽ ദീർഘകാലമായി കെട്ടിക്കിടക്കുന്ന ലെഗസി മാലിന്യങ്ങൾ ശാസ്ത്രീയമായി വേർതിരിച്ച് സംസ്കരിക്കുകയും പരിസ്ഥിതി സംരക്ഷണം ഉറപ്പാക്കുകയും ചെയ്യുന്നതിൽ ബയോ മൈനിംഗ് പദ്ധതി നിർണായകമാകുമെന്ന് MLA പറഞ്ഞു. ശുചിത്വ നഗര സങ്കല്പത്തിലേക്ക് കുന്നംകുളം നഗരസഭയെ കൂടുതൽ മുന്നോട്ട് നയിക്കുന്ന നടപടിയാണെന്നതും MLA കൂട്ടിച്ചേർത്തു. കുറുക്കൻപാറയിൽ സ്ഥിതി ചെയ്യുന്ന 1 ഏക്കർ 80 സെന്റ് വിസ്തീർണമുള്ള ഡം സൈറ്റിൽ 1946 മുതൽ 2016 വരെ നിക്ഷേപിക്കപ്പെട്ട ഏകദേശം 26,065 ടൺ ലെഗസി മാലിന്യങ്ങൾ ശാസ്ത്രീയമായ ബയോ മൈനിംഗ് രീതിയിലൂടെ പൂർണ്ണമായി നീക്കം ചെയ്യുകയാണ്. ചടങ്ങിൽ നഗരസഭാ ചെയർപേഴ്സൺ സൗമ്യ അനിലൻ അധ്യക്ഷത വഹിച്ചു. KSWMP ഡെപ്യൂട്ടി ജില്ലാ കോർഡിനേറ്റർ അരുൺ വിൻസെന്റ് ബയോ മൈനിംഗ് പദ്ധതിയുടെ വിശദമായ റിപ്പോർട്ട് അവതരിപ്പിച്ചു. നഗരസഭ വൈസ് ചെയർപേഴ്സൺ PG ജയപ്രകാശ്, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പുഷ്പ ജോൺ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മിനി മോൺസി, ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മിഷ സെബാസ്റ്റ്യൻ, പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ T സോമശേഖരൻ, വിദ്യാഭ്യാസ കലാകായിക സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആർഷ ജിജു, നഗരസഭാ സെക്രട്ടറി KK മനോജ്, കക്ഷി നേതാക്കളായ ഷാജി ആലിക്കൽ, AS ശ്രീജിത്ത് തുടങ്ങിയവർ സംസാരിച്ചു. പദ്ധതി പൂർത്തിയാകുന്നതോടെ നഗരത്തിലെ ലെഗസി മാലിന്യങ്ങൾ പൂർണ്ണമായി നീക്കം ചെയ്യുവാനും ശുചിത്വവും പരിസ്ഥിതി സൗഹൃദമായ നഗരമെന്ന ലക്ഷ്യം കൈവരിക്കാനും സാധിക്കുമെന്ന് നഗരസഭാ അധികൃതർ അറിയിച്ചു. ചരിത്രപ്രസിദ്ധമായ വേലൂർ മണിമലർക്കാവ് കുതിരവേലയുടെ പറപുറപ്പാട് ആരംഭിച്ചു. കുതിരവേല ഫെബ്രുവരി 21, 22, 23, 24 തീയതികളിൽ ആഘോഷിക്കും. സന്ധ്യയ്ക്ക് ചുറ്റുവിളക്ക്, ദീപാരാധന എന്നിവയ്ക്ക് ശേഷമാണ് പറപ്പുറപ്പാട് ആരംഭിച്ചത്. തുടർന്നുള്ള ദിവസങ്ങളിൽ ക്ഷേത്രത്തിൽ രാവിലെ നടക്കൽ പറയും ലഘുഭക്ഷണ വിതരണവും നടക്കും. 9-ന് ആരംഭിച്ച പറയെടുപ്പ് 15 ദിവസങ്ങളിലായാണ് നടക്കുക. കുട്ടഞ്ചേരി, നെല്ലുവായ്, എരുമപ്പെട്ടി, കരിയന്നൂർ, തോന്നല്ലൂർ, പാത്രമംഗലം, കീരാലൂർ, കാരൂർ, മുണ്ടത്തിക്കോട്, കുട്ടംകുളം, വേലൂർ, പുലിയന്നൂർ, ആദൂർ, എയ്യാൽ, ചെമ്മംതിട്ട, തണ്ടിലം, കുറുവന്നൂർ, കുറുമാൽ, തലക്കോട്ടുകര, വെള്ളാറ്റന്നൂർ, തയ്യൂർ, പഴവൂർ, വെങ്കിലശ്ശേരി തുടങ്ങിയ ദേശങ്ങളിലാണ് പറയെടുക്കുക. 23-ന് കുറൂർ മനപ്പറമ്പിലെ പറയ്ക്കു ശേഷം പറയെടുപ്പ് സമാപിക്കും. ഭരണിവേലയിൽ സന്ധ്യയ്ക്ക് ക്ഷേത്രനടയിൽ അരിപ്പറ ചൊരിയും. തുടർന്ന് ചരിത്രപ്രസിദ്ധമായ അരിത്താലവും പ്രശസ്ത മേള പ്രമാണികൾ അണിനിരക്കുന്ന അരിപ്പറമേളവും നടക്കും. 22-ന് അശ്വതി വേല മുതൽ കുതിരകൾ ക്ഷേത്രത്തിലെത്തും. വേലൂർ തിരുക്കുതിര, കുട്ടിക്കുതിര, വേലൂർ വെങ്കിലശ്ശേരി ദേശം അയ്യപ്പൻകാവ് കുട്ടിക്കുതിര, വേലൂർ അമ്പലവട്ടം ദേശക്കുതിര എന്നിവയാണ് അശ്വതി വേലയിൽ ക്ഷേത്രത്തിലെത്തുക. ഭരണിവേലയിൽ തയ്യൂർ, തണ്ടിലം, RMS നഗർ, വേലൂർ തെക്കുമുറി, വാഞ്ചുനഗർ, ഹഷ്മി കുതിര സമുദായം, ഐമുനഗർ, എരുമപ്പെട്ടി, പഞ്ചമി നഗർ, കാനിരാൽ, മൈത്രി നഗർ, പാത്രമംഗലം,
പഴവൂർ, കുറുമാൽ, ശാന്തിനഗർ, വെള്ളാറ്റന്നൂർ, കരിയന്നൂർ തുടങ്ങിയ കുതിരകൾ ഭരണിവേല കീഴടക്കും. കാർത്തികവേലയിൽ മേളത്തിന്റെ കമ്പടിയോടെ കുതിരകളുടെ കൂട്ടിയെഴുന്നള്ളിപ്പും നടക്കും. ക്ഷേത്ര ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി കീഴ്മണ്ടൂർ നീലകണ്ഠൻ നമ്പൂതിരി, മേൽശാന്തി വൈകുണ്ഠം നാരായണൻ നമ്പൂതിരി തുടങ്ങിയവർ കാർമ്മികരാകും. ആഘോഷങ്ങൾക്ക് ക്ഷേത്രം ട്രസ്റ്റി ശിവദാസൻ പെരുവഴിക്കാട്, പ്രസിഡന്റ് ശ്രീരാമൻ തെക്കൂട്ട്, സെക്രട്ടറി സുജീഷ് അരുവാത്തോട്ടിൽ തുടങ്ങിയവർ നേതൃത്വം നൽകും. ഉപ്പുങ്ങൽ പാലക്കൽ പാടത്ത് കഞ്ചാവ് ചെടികൾ കണ്ടെത്തി. ചങ്ങരംകുളം റോഡിനോട് ചേർന്ന പാടത്താണ് ഏകദേശം 2 അടിയോളം നീളമുള്ള കഞ്ചാവ് ചെടികൾ കണ്ടെത്തിയത്. ചൊവ്വാഴ്ച രാവിലെ നാട്ടുകാരാണ് കഞ്ചാവ് ചെടികൾ കണ്ടത്. എക്സൈസ് അധികൃതരെ വിവരം അറിയിച്ചു. ഗുരുവായൂർ ക്ഷേത്രോത്സവത്തിന്റെ പ്രധാന ചടങ്ങുകളിലൊന്നായ പള്ളിവേട്ടയിൽ പതിറ്റാണ്ടുകളായി പാരമ്പര്യത്തിന്റെ ശബ്ദമായിരുന്ന കൊളാടി തറവാട്ടിലെ കാരണവർ രാമൻ മേനോൻ അന്തരിച്ചു. 84 വയസ്സായിരുന്നു. വാർദ്ധക്യ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ഇന്ന് പുലർച്ചെയായിരുന്നു അന്ത്യം. ഭഗവാന്റെ പള്ളിവേട്ട ചടങ്ങിൽ മനുഷ്യഗണമുണ്ട് എന്ന് മറുപടി നൽകുന്ന പ്രധാന അവകാശിയായിരുന്നു അദ്ദേഹം. ഉത്സവത്തിന്റെ 9ാം നാളിലാണ് ഭഗവാൻ നായാട്ടിനിറങ്ങുന്ന പള്ളിവേട്ട നടക്കുന്നത്. ഇത്തവണ മാർച്ച് 9-നാണ് പള്ളിവേട്ട. കിഴക്കേ നടയിലെ കല്യാണ മണ്ഡപത്തിന് സമീപം മാരാർ ശംഖുനാഥം മുഴക്കിക്കഴിഞ്ഞാൽ പുതിയടത്ത് തറവാട്ടിലെ പിഷാരടി ഉച്ചത്തിൽ മനുഷ്യഗണങ്ങളുണ്ടോ എന്ന് ചോദിക്കും. കൊളാടി തറവാട്ടിലെ കാരണവരുടെ ഉണ്ട് എന്ന ഉറച്ച മറുപടിയോടെയാണ് ചടങ്ങുകൾ മുന്നോട്ട് നീങ്ങുന്നത്. മൃഗയ വിനോദത്തിന് പുറപ്പെടുന്ന ഭഗവാന് തുണയായി മനുഷ്യഗണങ്ങൾ കൂടെയുണ്ടെന്ന ഈ സാക്ഷ്യപ്പെടുത്തൽ ഉത്സവത്തിലെ ഏറ്റവും ആകർഷകമായ ആചാരങ്ങളിലൊന്നാണ്. വർഷങ്ങളായി ഈ ചടങ്ങ് നിർവഹിച്ചിരുന്നത് രാമൻ മേനോനായിരുന്നു. വരാനിരിക്കുന്ന ഉത്സവ നാളുകളിൽ ഈ മറുപടി നൽകാൻ കാത്തുനിൽക്കാതെയാണ് രാമൻ മേനോൻ വിടവാങ്ങിയത്. അദ്ദേഹത്തിന്റെ വിയോഗം ഗുരുവായൂരിലെ പാരമ്പര്യ ചടങ്ങുകളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നഷ്ടമാണ്. ഭക്തിയും ആചാരനിഷ്ഠയും മുറുകെ പിടിച്ച ഒരു തലമുറയുടെ പ്രതിനിധിയായിരുന്നു അദ്ദേഹം. സംയുക്ത ട്രേഡ് യൂണിയൻ ഫെബ്രുവരി 12-ന് നടത്തുന്ന ദേശീയ പണിമുടക്കിന് പിന്തുണച്ച് ചാവക്കാട് മുനിസിപ്പൽ കോർഡിനേഷൻ കമ്മിറ്റി കാൽനട പ്രചരണ ജാഥ സംഘടിപ്പിച്ചു. ആശുപത്രിപ്പടിയിൽ നിന്ന് ആരംഭിച്ച ജാഥ ചാവക്കാട് സെന്ററിൽ സമാപിച്ചു. കർഷക സംഘം ഏരിയ സെക്രട്ടറി മാലിക്കുളം അബ്ബാസ് സമാപന യോഗം ഉദ്ഘാടനം ചെയ്തു. CITU കർഷക സംഘം മേഖലാ സെക്രട്ടറി VV ഷെരീഫ് അധ്യക്ഷത വഹിച്ചു. കോർഡിനേഷൻ കൺവീനർ KC സുനിൽ, പാർട്ടി ലോക്കൽ സെക്രട്ടറി PS അശോകൻ, ജനാധിപത്യ മഹിളാ അസോസിയേഷൻ മേഖലാ സെക്രട്ടറി MB രാജലക്ഷ്മി, CK തോമസ്, KR മോഹനൻ, CG സതീശൻ, MM സുമേഷ് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി മുൻ സംസ്ഥാന പ്രസിഡന്റും വ്യാപാരി പ്രസ്ഥാനത്തിന്റെ കരുത്തുറ്റ അമരക്കാരനുമായിരുന്ന T നസറുദ്ദീന്റെ അനുസ്മരണ ദിനാചരണം കുന്നംകുളം ചേംബർ ഓഫ് കൊമേഴ്സിൽ സംഘടിപ്പിച്ചു. പ്രസിഡന്റ് KP സാക്സൺ ഉദ്ഘാടനം ചെയ്തു. അനുസ്മരണ യോഗത്തിൽ ചേംബർ ഓഫ് കൊമേഴ്സ് വൈസ് പ്രസിഡന്റ് AA ഹസൻ, ജില്ലാ യൂത്ത് വൈസ് പ്രസിഡന്റ് ജിനീഷ് തെക്കേക്കര, യൂത്ത് വിംഗ് പ്രസിഡന്റ് ബിനോയ് വടക്കൻ, ചേംബർ എക്സിക്യൂട്ടീവ് മെമ്പർമാർ, വിവിധ വ്യാപാരി പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു. സമ്മിശ്ര കർഷകനും വിദേശ വ്യവസായിയുമായ കടവല്ലൂർ പഞ്ചായത്തിലെ ഫാൽക്കൺ മുഹമ്മദ് ഉണ്ണിയുടെ ഫാമും കൃഷിയിടവും മുൻ സംസ്ഥാന ധനകാര്യ വകുപ്പ് മന്ത്രി ഡോക്ടർ തോമസ് ഐസക് സന്ദർശിച്ചു. CPIMന്റെ സംയോജിത കൃഷി വീടുകളിലേക്ക് എന്ന പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനത്തിനെത്തിയപ്പോഴാണ് അദ്ദേഹം പെരുമ്പിലാവിലുള്ള മുഹമ്മദ് ഉണ്ണിയുടെ ഫാമിലും സന്ദർശനം നടത്തിയത്. തികച്ചും ജൈവരീതിയിൽ പ്രവർത്തിക്കുന്ന ഫാമും കൃഷിയിടവുമാണ് മുഹമ്മദ് ഉണ്ണിയുടേത്. കാസർഗോഡ് കുള്ളൻ മുതൽ വിദേശത്തു നിന്നും ഇറക്കുമതി ചെയ്ത പശുക്കളടക്കം ഫാമിലുണ്ട്. ഇതിനു പുറമെ പ്രത്യേക ഇനത്തിലുള്ള ആടുകൾ, കോഴികൾ എന്നിവയെയും വളർത്തുന്നു. ഇവയ്ക്കെല്ലാം വേണ്ടിവരുന്ന തീറ്റയും ഇവിടെ തന്നെയാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. ഫലവൃക്ഷങ്ങളുടെ വലിയ തോട്ടം, നാണ്യവിളകൾ, മത്സ്യക്കുളം, അപൂർവ ഇനം പുഷ്പലതാദികൾ എന്നിവയെല്ലാം മുഹമ്മദ് ഉണ്ണിയുടെ സമ്മിശ്ര കൃഷിയിടത്തിൽ സുലഭമാണ്. ഇവയെല്ലാം സംരക്ഷിക്കുന്ന രീതിയെക്കുറിച്ചും കൃഷിയോടുള്ള താൽപര്യത്തെപ്പറ്റിയും അദ്ദേഹം സന്ദർശകർക്ക് വിശദീകരിച്ചു നൽകി. കൃഷി ആനന്ദവും ആകർഷണവും നൽകുന്ന വലിയൊരു പ്രവർത്തനമാണെന്നും മുഹമ്മദ് ഉണ്ണിയെ പോലെയുള്ളവർ ലാഭം മാത്രം പ്രതീക്ഷിച്ച് ചെയ്യുന്ന പ്രവൃത്തിയല്ല കൃഷിയെന്നും ഒരിക്കലും കൃഷി നഷ്ടമാവില്ലെന്നും ഫാം സന്ദർശിച്ച ശേഷം ഡോക്ടർ തോമസ് ഐസക് CCTVയോട് പറഞ്ഞു. ഒന്ന് വെറൈറ്റിയാണ്. എല്ലാത്തരം ഫലവൃക്ഷങ്ങൾ, എല്ലാത്തരം മാവുകൾ,
പല ജാതി കൃഷികൾ, ഇതെല്ലാം ഒരുമിച്ച് കാണാൻ പറ്റുന്നൊരു പ്രദർശനത്തോട്ടം എന്ന് പറയാം. അത് ഞാൻ ചോദിക്കായിരുന്നു ഇതിൻ്റെ ലാഭം എന്താണ്. എനിക്ക് തോന്നില്ല ഇത് ഭയങ്കര ലാഭത്തിന് വേണ്ടി ചെയ്യുന്നതാണെന്ന്. ഇത് കക്ഷിക്ക് വലിയ രസമാണെന്ന് എനിക്ക് തോന്നിയത്. അത് തന്നെ സന്തോഷം. പക്ഷെ നഷ്ടമൊന്നുമല്ല, കൃഷി നഷ്ടമല്ല. വളരെ ആകർഷവും ആനന്ദവും നൽകുന്ന ഒരു വലിയ പ്രവർത്തനമാണ്. വ്യവസായങ്ങൾക്കൊപ്പം കാർഷിക സംസ്കാരം കൂടി ചേർത്തുപിടിക്കുന്ന മുഹമ്മദ് ഉണ്ണിയെ അദ്ദേഹം അഭിനന്ദിച്ചു. MLA AC മൊയ്തീൻ, CPIM കുന്നംകുളം ഏരിയ സെക്രട്ടറി കൊച്ചനിയൻ, കേരള ബാങ്ക് ബോർഡ് മെമ്പർ M ബാലാജി, മുഹമ്മദ് ഹാഷിം എന്നിവരും ഫാം സന്ദർശിക്കാൻ തോമസ് ഐസക്കിനൊപ്പമുണ്ടായിരുന്നു. ചായ സൽക്കാരവും കഴിഞ്ഞാണ് തോമസ് ഐസക് മടങ്ങിയത്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ നയിക്കുന്ന പുതിയുഗ യാത്രയ്ക്ക് കുന്നംകുളത്ത് നൽകുന്ന സ്വീകരണ യോഗത്തിന്റെ ഭാഗമായി UDF എരുമപ്പെട്ടി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൺവെൻഷൻ സംഘടിപ്പിച്ചു. എരുമപ്പെട്ടി പ്രൊവിഡൻസ് കോളേജിൽ നടന്ന കൺവെൻഷൻ DCC ജനറൽ സെക്രട്ടറി ബിജോയ് ബാബു ഉദ്ഘാടനം ചെയ്തു. MC ഐജു അധ്യക്ഷനായി. DCC ജനറൽ സെക്രട്ടറി PS സുനീഷ്, കടവല്ലൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സുരേഷ് മമ്പറമ്പിൽ, UDF നിയോജക മണ്ഡലം കൺവീനർ അമ്പലപ്പാട്ട് മണികണ്ഠൻ, ഉമ്മർ കടങ്ങോട്, KR രാധിക, ഹരിദാസൻ കാഞ്ഞിരക്കോട്, സെഫീന അസീസ്, ഫ്രിജോ വടുക്കൂട്ട്, MA ഉസ്മാൻ, AU മനാഫ് എന്നിവർ സംസാരിച്ചു. NK കബീർ ചെയർമാനും MC അജു കൺവീനറും സുന്ദരൻ ചിറ്റണ്ട ട്രഷററുമായി 51 അംഗ കമ്മിറ്റിയെ തെരഞ്ഞെടുത്തു. തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിക്കുന്ന കേന്ദ്ര ഗവൺമെന്റിന്റെ തൊഴിലാളി വിരുദ്ധ നിലപാടുകൾക്കെതിരെ സംയുക്ത കർഷക തൊഴിലാളി യൂണിയൻ എളവള്ളി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചിറ്റാട്ടുകര പോസ്റ്റ് ഓഫീസ് ഉപരോധം സംഘടിപ്പിച്ചു. KSKTU, BKMU എന്നീ സംഘടനകളുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച മാർച്ചും ധർണയും KSKTU ജില്ലാ കമ്മിറ്റി അംഗവും CPIM മണലൂർ ഏരിയ സെക്രട്ടറിയുമായ PA രമേശൻ ഉദ്ഘാടനം ചെയ്തു. BKMU നേതാവ് TA പ്രഭാകരൻ അധ്യക്ഷനായി. CPIM എളവള്ളി ലോക്കൽ സെക്രട്ടറി PA ഷൈൻ, TD സുനിൽ, TC മോഹനൻ, TK ചന്ദ്രൻ, CF രാജൻ, KP രാജു, AS സതീശൻ എന്നിവർ സംസാരിച്ചു. മമ്മിയൂർ LF കോൺവെന്റ് UP സ്കൂളിൽ വിളവെടുപ്പ് ഉത്സവം നടത്തി. വിദ്യാർത്ഥികളിൽ ജൈവകൃഷി പ്രോത്സാഹിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടെ ചാവക്കാട് കൃഷിഭവന്റെ സഹകരണത്തോടെ നടത്തിയ കാബേജ്, കോളിഫ്ലവർ കൃഷികളുടെ വിളവെടുപ്പാണ് നടന്നത്. ചാവക്കാട് നഗരസഭാ ചെയർപേഴ്സൺ AH അക്ബർ ആദ്യ വിളവെടുപ്പ് നടത്തി. ചാവക്കാട് കൃഷി ഓഫീസർ ആനി റോസ്, നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ബിൻസി സന്തോഷ്, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KP രഞ്ജിത് കുമാർ, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ യതീന്ദ്രദാസ്, വാർഡ് കൗൺസിലർ KC സുനിൽ, ഹെഡ്മിസ്ട്രസ് സിസ്റ്റർ സിമി മരിയ തുടങ്ങിയവരും, അധ്യാപകർ, PTA പ്രതിനിധികൾ, വിദ്യാർത്ഥികൾ എന്നിവരും പങ്കെടുത്തു. കുന്നുകുളം ഐഡിയൽ ജനറേഷൻ ഇംഗ്ലീഷ് സ്കൂളിൽ വാർഷികാഘോഷം സംഘടിപ്പിച്ചു. കാട്ടകമ്പാൽ പഞ്ചായത്ത് പ്രസിഡന്റ് K ജയശങ്കർ ഉദ്ഘാടനം നിർവഹിച്ചു. ചെയർമാൻ അബ്ദുറഹ്മാൻ ഹാജി അധ്യക്ഷത വഹിച്ചു. CEO സലീബ് മുഖ്യപ്രഭാഷണം നടത്തി. കുട്ടികളുടെ വിവിധ കലാപരിപാടികളും അധ്യയന വർഷത്തിൽ വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച കുട്ടികൾക്ക് സമ്മാനങ്ങളും വിതരണം ചെയ്തു. വൈസ് പ്രിൻസിപ്പൽ ദിവ്യ സംസാരിച്ചു. തുടർന്ന് കലാഭവൻ ബാദുഷ, കലാഭവൻ ഷെഫീഖ് എന്നിവരുടെ കലാപരിപാടികളും ഉണ്ടായി. കൊയ്തെടുത്ത നെല്ല് കയറ്റുന്നതുമായി ബന്ധപ്പെട്ട് ചുമട്ടുകൂലി നിശ്ചയിക്കുന്നതിന് കർഷകരും ചുമട്ടുതൊഴിലാളികളുടെ പ്രതിനിധികളും പാടശേഖര സമിതി പ്രസിഡന്റുമാരും ADC അംഗങ്ങളും ഉൾപ്പെടെയുള്ളവരുടെ യോഗം കാട്ടകമ്പാൽ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ അധ്യക്ഷതയിൽ വിളിച്ചു ചേർത്തു. കർഷകരുടെ സമ്മതപ്രകാരം ചുമട്ടുകൂലി ക്വിന്റലിന് 46 രൂപയിൽ നിന്നും 50 രൂപയാക്കി യോഗം നിശ്ചയിച്ചു. നിലവിലെ 46 രൂപ പഞ്ചായത്തിന് പുറത്തുള്ള മറ്റ് പാടശേഖര സമിതികളുമായി താരതമ്യം ചെയ്യുമ്പോൾ വളരെ കുറവാണെന്നും 9 രൂപ വർദ്ധിപ്പിച്ച് 55 രൂപയെങ്കിലും ആക്കണമെന്നാണ് തങ്ങളുടെ ആവശ്യമെന്ന് തൊഴിലാളികളെ പ്രതിനിധീകരിച്ചെത്തിയവർ സൂചിപ്പിച്ചു. നിലവിലെ ലേബർ നിരക്കുകൾ ഉദ്ധരിച്ചുകൊണ്ടായിരുന്നു ആവശ്യം. എന്നാൽ കാർഷിക മേഖലയിൽ കർഷകരുടെ പ്രയാസം അക്കമിട്ട് നിരത്തിയ പഞ്ചായത്ത് പ്രസിഡന്റ് K ജയശങ്കർ സമവായത്തിലൂടെ പ്രശ്നപരിഹാരം ഉണ്ടാകണമെന്ന് വ്യക്തമാക്കി. ജലക്ഷാമം അനുഭവിക്കുന്ന കർഷകരുടെ സാഹചര്യവും നെല്ലിനേർപ്പെടുത്തുന്ന മില്ലുകാരുടെ ശതമാന കിഴിവും ആശങ്കയോടെ കാണുന്ന കർഷകരുടെ ബുദ്ധിമുട്ടും പഞ്ചായത്ത് പ്രസിഡന്റ് യോഗത്തിൽ ചൂണ്ടിക്കാട്ടി.
പഞ്ചായത്തിലെ വിവിധ പാടശേഖര സമിതികൾക്ക് കീഴിലുള്ള മേഖലകളിൽ മില്ലുകാരെ നിശ്ചയിച്ചു കഴിഞ്ഞാൽ മില്ലുടമകളും കർഷക പ്രതിനിധികളെയും വിളിച്ചു ചേർത്ത് ശതമാനക്കിഴിവിന്റെ വിഷയത്തിൽ കർഷകർക്കുണ്ടാകുന്ന നഷ്ടം പരിഹരിക്കുവാൻ ഇടപെടൽ നടത്തുമെന്നും ജയശങ്കർ യോഗത്തിൽ വ്യക്തമാക്കി. തുടർന്നാണ് സമവായം എന്ന നിലയിൽ 50 രൂപ എന്ന നിലയ്ക്ക് കയറ്റുകൂലി കർഷകരുടെ സമ്മതപ്രകാരം നിശ്ചയിച്ചത്. കൊയ്തെടുത്ത നെല്ല് ഉടനടി കയറ്റുന്നതിന് യാതൊരുവിധ പ്രതിബന്ധങ്ങളും ഉണ്ടാകരുതെന്നും യോഗത്തിൽ അധ്യക്ഷത വഹിച്ച പഞ്ചായത്ത് പ്രസിഡന്റ് യൂണിയൻ പ്രതിനിധികളോട് ആവശ്യപ്പെട്ടു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മിനി ടീച്ചർ, സ്ഥിരം സമിതി ചെയർമാൻമാരായ MP രാജൻ, KM റസാഖ്, ശൈലജ അരുൺദാസ്, കൃഷി ഓഫീസർ അനൂപ് വിജയൻ, അസിസ്റ്റന്റ് ലേബർ ഓഫീസർ KS സുജീഷ്, തൊഴിലാളി യൂണിയൻ നേതാക്കൾ തുടങ്ങിയവർ സംസാരിച്ചു. ലീഡർ K കരുണാകരൻ രണ്ടാമത് സ്മാരക പുരസ്കാര സമർപ്പണവും ആംബുലൻസ് സംഭാവന കൂപ്പൺ വിതരണ ഉദ്ഘാടനവും ഫെബ്രുവരി 13 വെള്ളിയാഴ്ച നടത്തുമെന്ന് ഭാരവാഹികൾ പുന്നയൂർക്കുളത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പൊതുരംഗത്ത് സ്തുത്യർഹമായ സേവനം നടത്തുന്നവർക്കായാണ് പുരസ്കാരം നൽകുന്നത്. വെള്ളിയാഴ്ച രാവിലെ 9 മണിക്ക് ഗ്രീൻലാൻഡ് ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ മുൻ കേരള നിയമസഭാ സ്പീക്കറും ദീർഘകാലം തൃശൂർ MLAയും തൃശൂർ ജില്ലയിലെ മുതിർന്ന കോൺഗ്രസ് നേതാവുമായ തേറമ്പിൽ രാമകൃഷ്ണന് KPCC മുൻ പ്രസിഡന്റ് K മുരളീധരൻ പുരസ്കാര സമർപ്പണം നിർവഹിക്കും. 25,000 രൂപയും ഫലകവും അടങ്ങിയതാണ് പുരസ്കാരം. ലീഡർ K കരുണാകരന്റെ സ്മരണാർത്ഥം 2014 മുതൽ പുന്നയൂർക്കുളത്ത് പ്രവർത്തിച്ചുവരുന്ന ലീഡർ K കരുണാകരൻ സ്മാരക ട്രസ്റ്റ് ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ആംബുലൻസ് വാങ്ങുന്നതിനുള്ള ധനശേഖരണാർത്ഥം നടത്തുന്ന കൂപ്പൺ വിതരണ ഉദ്ഘാടനം DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് നിർവഹിക്കും. KPCC ജനറൽ സെക്രട്ടറിമാരായ O അബ്ദുറഹ്മാൻ കുട്ടി, PT അജയ് മോഹൻ, IUML സംസ്ഥാന വൈസ് പ്രസിഡന്റ് CH റഷീദ്, ജോസഫ് ചാലിശ്ശേരി തുടങ്ങി ജനപ്രതിനിധികളും രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക രംഗത്തെ പ്രമുഖരും പങ്കെടുക്കും. K കരുണാകരൻ സ്മാരക ട്രസ്റ്റ് ചെയർമാൻ P ഗോപാലൻ, സെക്രട്ടറി AK സതീഷ് കുമാർ, DCC സെക്രട്ടറിയും ട്രസ്റ്റ് മെമ്പറുമായ AM അലാവുദ്ദീൻ, ട്രസ്റ്റ് മെമ്പർമാരായ ആലത്തയിൽ മൂസ, P രാജൻ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ഗുരുവായൂർ മമ്മയൂർ മഹാദേവ ക്ഷേത്രത്തിൽ മത്തവിലാസം കൂത്തോടെ ശിവരാത്രി മഹോത്സവത്തിന് തുടക്കമായി. കലാമണ്ഡലം രാമചാക്യാരുടെ നേതൃത്വത്തിൽ രാവിലെ സൂത്രധാരന്റെ പുറപ്പാടോടെയായിരുന്നു കൂത്തിന്റെ ആരംഭം. സൂത്രധാരന്റെ വേഷത്തിൽ കലാമണ്ഡലം സംഗീതും, മിഴാവിൽ രാമചന്ദ്രനും, പാട്ടിൽ ദേവി ഇരിങ്ങാലക്കുടയും, ഇടക്കയിൽ രാമചന്ദ്രമാരാരും പങ്കെടുത്തു. വെള്ളിയാഴ്ച മുതൽ ക്ഷേത്രത്തിന് പുറത്ത് നടരാജ മണ്ഡപത്തിൽ ഭക്തിപ്രഭാഷണം, അഷ്ടപതി കച്ചേരി, കേരള കലാമണ്ഡലം അവതരിപ്പിക്കുന്ന കിരാതം, കഥകളി എന്നിവ അരങ്ങേറും. ശിവരാത്രി ദിവസം തന്ത്രി ചേന്നാസ് ദിനേശൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാദേവനും മഹാവിഷ്ണുവിനും ലക്ഷാർച്ചന, മഹാദേവന് ഭസ്മാഭിഷേകം, PCC ഇളയതിന്റെ ഭക്തിപ്രഭാഷണം, നൃത്യങ്ങൾ, ഓട്ടൻതുള്ളൽ, തിരുനടയ്ക്കൽ പഞ്ചവാദ്യം, സമൂഹാർച്ചന എന്നിവ നടക്കും. രാത്രി ഗുരുവായൂർ ക്ഷേത്ര കലാനിലയത്തിന്റെ ബാണയുദ്ധം, കൃഷ്ണനാട്ടം കളിയും ഉണ്ടാകും. ഭക്തരെ കൃഷ്ണലീലയിൽ വിസ്മയിപ്പിച്ച് എരുമപ്പെട്ടി കരിയന്നൂർ ശിവവിഷ്ണു ക്ഷേത്രത്തിൽ കൃഷ്ണനാട്ടം അരങ്ങേറി. പൊതുസദസ്സിൽ അപൂർവമായി മാത്രം അരങ്ങേറുന്ന കൃഷ്ണനാട്ടം കാണികൾക്ക് നവ്യ അനുഭവമായി മാറി. ഗുരുവായൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള ക്ഷേത്ര കലാനിലയത്തിലെ കലാകാരന്മാരാണ് കൃഷ്ണനാട്ടം അവതരിപ്പിച്ചത്. കോഴിക്കോട് സാമൂതിരിയായിരുന്ന മാനവേദൻ രചിച്ച കൃഷ്ണഗീതി എന്ന കാവ്യത്തിൽ നിന്നും ഉടലെടുത്ത കലാരൂപമാണ് കൃഷ്ണനാട്ടം. 8 കഥകളിലെ അവതാരമാണ് കരിയന്നൂർ ശിവവിഷ്ണു ക്ഷേത്രത്തിൽ അവതരിപ്പിച്ചത്. 12 പേർ വേഷത്തിലും 4 പേർ പാട്ടിലും, ശുദ്ധമദ്ദളത്തിൽ 2ഉം 2 പേർ തൊപ്പി മദ്ദളത്തിലും, ചുട്ടിയിൽ 3ഉം അണിയറയിൽ 5 പേരും ഉൾപ്പെടെ 30 പേർ കൃഷ്ണനാട്ടത്തിൽ അരങ്ങിലും പിന്നണിയിലും ഉണ്ടായിരുന്നു. സംഘത്തിലെ സീനിയറും വേഷം ചെയ്യുന്ന ആശാനുമായ S മാധവൻകുട്ടിയുടെ നേതൃത്വത്തിലാണ് കൃഷ്ണനാട്ടം നടന്നത്. അഭിവൃദ്ധിക്കും ഐശ്വര്യത്തിനുമായി അമ്പലപ്പാട്ട് ഗോപിനാഥനും കുടുംബവും ക്ഷേത്രത്തിലേക്ക് വഴിപാട് നൽകിയതാണ് കൃഷ്ണനാട്ടം. 100 കണക്കിന് ഭക്തർ കൃഷ്ണനാട്ടം കാണാൻ ക്ഷേത്രത്തിലെത്തിയിരുന്നു.
സാമ്രാജ്യത്വ ശക്തികളുടെ അധിനിവേശത്തിനിരയാകുന്ന ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് SFI ചാവക്കാട് ഏരിയ സമ്മേളനം മുതുവട്ടൂർ ശിക്ഷക് സദനിൽ സംഘടിപ്പിച്ചു. SFI സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം TR അർജുൻ ഉദ്ഘാടനം ചെയ്തു. മുബഷിർ ഖാൻ അധ്യക്ഷത വഹിച്ചു. താര, നിരൺ ഘോഷ് എന്നിവർ അടങ്ങിയ പ്രസീഡിയം സമ്മേളനം നിയന്ത്രിച്ചു. സംഘാടക സമിതി ചെയർമാൻ അബ്ബാസ് മാലിക്കുളം, ജില്ലാ ജോയിന്റ് സെക്രട്ടറിമാരായ സാലിഫ് ഫസലുദ്ദീൻ, അഭിജിത്ത്, സംസ്ഥാന കമ്മിറ്റി അംഗം ജിഷ്ണുദേവ് എന്നിവർ സംസാരിച്ചു. ഭാരവാഹികളായി സെക്രട്ടറി സഹൃദയ് കുമാർ, പ്രസിഡന്റ് മുബഷിർ ഖാൻ എന്നിവരെയും തെരഞ്ഞെടുത്തു. വടക്കേക്കാട് ICA ഇംഗ്ലീഷ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ നേതൃത്വത്തിൽ ഇന്റർ സ്കൂൾ ഖുർആൻ പാരായണ മത്സരം ഫെബ്രുവരി 11 നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിലൂടെ അറിയിച്ചു. UP ഹൈസ്കൂൾ എന്നിങ്ങനെ 2 കാറ്റഗറിയിലായാണ് മത്സരങ്ങൾ നടത്തുക. 3 ജില്ലകളിൽ നിന്നായി 25ഓളം എയ്ഡഡ് സ്കൂളുകളിൽ നിന്നും 100ഓളം വിദ്യാർത്ഥികൾ മത്സരത്തിൽ പങ്കെടുക്കും. രാവിലെ 9:30 മുതൽ ഉച്ചയ്ക്ക് 12:30 വരെ നടക്കുന്ന മത്സരത്തിൽ ഓരോ വിദ്യാർത്ഥിക്കും 5 മിനിറ്റ് സമയമാണ് ക്രമീകരിച്ചിട്ടുള്ളത്. ഖുർആൻ പാരായണ ശൈലി, തജ്വീദ് നിയമം എന്നിവയെ അടിസ്ഥാനമാക്കിയാണ് വിജയികളെ നിശ്ചയിക്കുന്നത്. 3000, 2000, 1000 എന്നിങ്ങനെ യഥാക്രമം 1, 2, 3 സ്ഥാനക്കാർക്ക് ക്യാഷ് പ്രൈസും നൽകും. പങ്കെടുത്ത മുഴുവൻ വിദ്യാർത്ഥികൾക്കും പ്രോത്സാഹന സമ്മാനവും നൽകും. ഉച്ചയ്ക്ക് ശേഷം നടക്കുന്ന സമാപന സമ്മേളനത്തിന്റെ കർണാക്കിൽ ജുമാ മസ്ജിദ് ഖത്തീബും മുൻ ICA ഇസ്ലാമിക് ഡിപ്പാർട്ട്മെന്റ് HOD ആയിരുന്ന ഹുസൈൻ അൻവരി, കല്ലൂർ ജുമാ മസ്ജിദ് ഖത്തീബ് അബ്ദുൽ ഹമീദ് ഫൈസി ഇളങ്ങൂർ തുടങ്ങി പ്രമുഖർ പങ്കെടുക്കും. വാർത്താ സമ്മേളനത്തിൽ ICA കമ്മിറ്റി കൺവീനർ പറയങ്ങാട്ടിൽ കുഞ്ഞുമൊയ്തു, ICA പ്രിൻസിപ്പാൾ P. അബ്ദുൽ ഗഫൂർ, വൈസ് പ്രിൻസിപ്പാൾ മുഹമ്മദ് യൂനുസ്, ICA ഇസ്ലാമിക് HOD മുഹമ്മദ് റാഷിദ് എന്നിവർ പങ്കെടുത്തു. ഗോൾഡൻ ജൂബിലിയോടനുബന്ധിച്ച് വിവിധ പ്രോഗ്രാമുകൾ, പദ്ധതികളെല്ലാം ആവിഷ്കരിച്ചിട്ടുണ്ട്. അതിലുള്ള ചില കാര്യങ്ങളിൽപ്പെട്ട ഒന്നാണ് ഇന്റർ സ്കൂൾ ഖുർആൻ റെസിറ്റേഷൻ കോമ്പറ്റീഷൻ. 25ഓളം അൺഎയ്ഡഡ് സ്കൂളുകളിൽ നിന്നുള്ള പ്രതിഭകളാണ് മത്സരികളായി എത്തുന്നത്. അത് UP ആൻഡ് HS ഇങ്ങനെ 2 കാറ്റഗറികളിലായി. ആ കാറ്റഗറിയിൽ തന്നെ വിദ്യാർത്ഥികൾക്കും വിദ്യാർത്ഥിനികളെ ഉൾപ്പെടുത്തി കൊണ്ട് തന്നെയാണ് ഇങ്ങനെയൊരു മത്സരം സംഘടിപ്പിക്കുന്നത്. നാളെ രാവിലെ 9:30 മുതൽ ഉച്ചക്ക് ഒരു 12:30 വരെയാണ് മത്സരം നടക്കുക. വ്യാപാരി വ്യവസായി ഏകോപന സമിതി കാട്ടകമ്പാൽ ചിറക്കൽ യൂണിറ്റ് സംസ്ഥാന പ്രസിഡന്റായിരുന്ന T. നസറുദ്ദീൻ അനുസ്മരണം നടത്തി. കുന്നംകുളം നിയോജക മണ്ഡലം ജനറൽ കൺവീനർ സോണി സക്കറിയ ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് ജനറൽ സെക്രട്ടറി മോൻസൻ PI അധ്യക്ഷത വഹിച്ചു. ട്രഷറർ അനിൽ P. മാത്യു, വൈസ് പ്രസിഡന്റ് ജോസ് KC, ജോയിന്റ് സെക്രട്ടറി സ്കറിയാച്ചൻ, ജില്ലാ കൌൺസിൽ അംഗം വിശ്വനാഥൻ MV എന്നിവർ സംസാരിച്ചു. കമ്മിറ്റി അംഗങ്ങളായ സതീഷ് കുമാർ, സ്റ്റാൻലി, PP ശശികുമാർ, ബ്രീസ്മോൻ എന്നിവർ നേതൃത്വം നൽകി. ഗുരുവായൂർ പെരുന്തട്ട മഹാദേവ ക്ഷേത്രത്തിൽ നടന്നുവരുന്ന 7ാമത് മഹാരുദ്രയജ്ഞം ബുധനാഴ്ച വസോർധാരയോടെ സമാപിക്കും. കീഴടം രാമൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ രുദ്രജപവും ക്ഷേത്രം തന്ത്രിയുടെ കാർമ്മികത്വത്തിൽ നടക്കുന്ന വിശിഷ്ട അഭിഷേക ദർശനവും ക്ഷേത്രത്തിൽ നടന്നു. ഫെബ്രുവരി 1 ആരംഭിച്ച ചടങ്ങുകളിൽ അഭിഷേകം, വിശേഷാൽ പൂജകൾ, നാരായണീയ പാരായണം, കേളി, നാഗസ്വരം, വിവിധ കലാപരിപാടികൾ, അന്നദാനം എന്നിവയും ഉണ്ടായിരുന്നു. എരുമപ്പെട്ടി മർച്ചന്റ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ T. നസറുദ്ദീൻ ദിനം ആചരിച്ചു. യൂണിറ്റ് പ്രസിഡന്റ് ബാബു മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് ജനറൽ സെക്രട്ടറി ഫസലുർ റഹീം അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റുമാരായ MA ഉസ്മാൻ, അലക്സ് ജോണി എന്നിവർ പ്രഭാഷണം നടത്തി. സെക്രട്ടറിമാരായ സ്റ്റീഫൻ കുണ്ടന്നൂർ, ശ്രീജൻ വലിയപറമ്പിൽ, യൂത്ത് വിംഗ് പ്രസിഡന്റ് റോബർട്ട് ആൻഡോ, ട്രഷറർ ഡെന്നി ചുങ്കത്ത്, വനിതാ വിംഗ് പ്രസിഡന്റ് വസന്ത, സിജോ കൊള്ളന്നൂർ, രാജൻ കാഞ്ഞിരക്കോട്, ജസ്റ്റിൻ വർഗീസ്, ട്രഷറർ സുമേഷ് കാഞ്ഞിരക്കോട് എന്നിവർ സംസാരിച്ചു. കേരള മീഡിയ പേഴ്സൺസ് യൂണിയൻ തൃശൂർ ജില്ലാ സമ്മേളനം സമാപിച്ചു. പ്രാദേശിക ലേഖകരുടെ ക്ഷേമനിധി പ്രവർത്തനം ശക്തിപ്പെടുത്താൻ ജില്ലയിലുടനീളം ക്യാമ്പയിൻ നടത്താൻ സമ്മേളനം തീരുമാനിച്ചു. PG ഹൗസിൽ നടന്ന സമ്മേളനം V. സെയ്ദ് ഉദ്ഘാടനം ചെയ്തു. മത്തായി കേരളം അധ്യക്ഷനായി. സംസ്ഥാന ജനറൽ സെക്രട്ടറി സുവീഷ് ബാബു മുഖ്യാതിഥിയായി. പ്രാദേശിക പത്രപ്രവർത്തകരുടെ പ്രസക്തി എന്ന വിഷയത്തിൽ മാധ്യമപ്രവർത്തകനും ചാനൽ സംവാദകനുമായ ജോർജ് പൊടിപ്പാറ ക്ലാസ് എടുത്തു. ദീർഘകാലം പത്രവിതരണ രംഗത്ത് പ്രവർത്തിച്ച KV ചന്ദ്രൻ, AC ബാലൻ, വിനോദ്, CK ഷൺമുഖൻ, MC ശശി എന്നിവരെ ആദരിച്ചു. PG ബേബി ക്ഷേമനിധി അംഗത്തെക്കുറിച്ച് ക്ലാസ് എടുത്തു. M. ഹരിഹരൻ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. തുടർന്ന് നടന്ന ചർച്ചയിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി സുവീഷ് ബാബു മറുപടി പറഞ്ഞു. സമ്മേളനം മത്തായി കേരളം പ്രസിഡന്റ് M. ഹരിഹരൻ സെക്രട്ടറി, രംഗനാഥൻ ട്രഷററായി 14 അംഗ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയെ തെരഞ്ഞെടുത്തു.
ആൽത്തറ മർച്ചന്റ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റായിരുന്ന ടി നസറുദ്ദീൻ അനുസ്മരണം നടത്തി. ആൽത്തറ സെന്റർ വ്യാപാര ഭവന് മുന്നിൽ നടത്തിയ അനുസ്മരണ യോഗം ജില്ലാ വൈസ് പ്രസിഡന്റ് ലൂക്കോസ് തലക്കോട്ടൂർ ഉദ്ഘാടനം ചെയ്തു. ജനറൽ സെക്രട്ടറി IK സച്ചിദാനന്ദൻ അധ്യക്ഷത വഹിച്ചു. ഭാരവാഹികളായ MV ജോസ്, VG ബാലകൃഷ്ണൻ, A മുഹമ്മദ് അലി, CK പ്രമോദ്, ജോഷി തോമസ് എന്നിവർ സംസാരിച്ചു. തുടർന്ന് പുഷ്പാർച്ചനയുമുണ്ടായി. VS സത്യൻ, V ജമാൽ, വാസുദേവൻ, സിജോ എന്നിവർ നേതൃത്വം നൽകി. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണ്ണ ഗ്രാമിന് 14,475 രൂപ, പവന് 1,15,800 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 290 രൂപ. ചരമം ചിറളയം ഏറത്ത് ചന്ദ്രശേഖരൻ നിര്യാതനായി. 78 വയസ്സായിരുന്നു. സംസ്കാരം ചെറുതുരുത്തി ശാന്തി തീരത്ത് നടത്തി. റിട്ടയർഡ് അധ്യാപിക ചന്ദ്ര ഭാര്യയും ദീപക്, ദിബിൻ എന്നിവർ മക്കളുമാണ്. പെരിങ്ങോട് നായത്തിൽമന ഉമാദേവി അന്തർജനം നിര്യാതയായി. 82 വയസ്സായിരുന്നു. സംസ്കാരം പെരിങ്ങോട് വസതിയിൽ നടത്തി. പരേതനായ ചന്ദ്രശേഖരൻ നമ്പൂതിരി ഭർത്താവാണ്. ലീലാദേവി, സാവിത്രി, ഗീത എന്നിവർ മക്കളാണ്. കടവല്ലൂർ വടക്കുമുറിയിൽ താമസിക്കുന്ന പായറ്റുഞ്ഞാലിൽ വേലായുധൻ നിര്യാതനായി. 54 വയസ്സായിരുന്നു. സംസ്കാരം പോർക്കുളം ക്രിമിറ്റോറിയത്തിൽ നടത്തി. അനിത ഭാര്യയും അക്ഷയ്, അനശ്വര എന്നിവർ മക്കളുമാണ്. അഞ്ഞൂർ വാഴപ്പള്ളി ത്രേസ്യ തോമസ് നിര്യാതയായി. 92 വയസ്സായിരുന്നു. സംസ്കാരം 4 മണിക്ക് അഞ്ഞൂർ സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് കത്തോലിക്ക ദേവാലയത്തിൽ നടത്തി. സണ്ണി, അൽഫോൺസ എന്നിവർ മക്കളാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. 2030 ആകുമ്പോൾ കേരളത്തിലെ കേബിൾ TV ഓപ്പറേറ്റർമാർ ഒരു മൾട്ടി പ്രൊവൈഡറായി മാറുമെന്ന് COA സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ. COA 15ാം ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ചുള്ള പ്രതിനിധി സമ്മേളനം തൃപ്രയാറിൽ പ്രവീൺ മോഹൻ ഉദ്ഘാടനം ചെയ്തു. കുന്നംകുളത്ത് കാറിടിച്ചു പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന ചൊവ്വന്നൂർ സ്വദേശി മരിച്ചു. ചൊവ്വന്നൂർ സേതു നഗർ സ്വദേശി കുളിപ്പറമ്പിൽ വീട്ടിൽ 75 വയസ്സുള്ള രാമനാണ് മരിച്ചത്. ചരിത്രപ്രസിദ്ധമായ വേലൂർ മണിമലർക്കാവ് കുതിരവേലയുടെ പറ പുറപ്പാട് ആരംഭിച്ചു. കുതിരവേല ഫെബ്രുവരി 21 മുതൽ 24 വരെയുള്ള ദിവസങ്ങളിൽ. പ്രസിദ്ധമായ ചാലിശ്ശേരി മുരേമ്പറമ്പത്തുകാവ് പൂരാഘോഷം മാർച്ച് 1 ഞായറാഴ്ച ആഘോഷിക്കാനിരിക്കെ ചാലിശ്ശേരി പട്ടാമ്പി റോഡിലെ നവീകരണ ജോലികൾ ഭക്തർക്കും നാട്ടുകാർക്കും ബുദ്ധിമുട്ടാകുമോ എന്ന ആശങ്ക. തണത്തറ പാലം മുതൽ കൂറ്റനാട് പള്ളി വരെയുള്ള റോഡിന്റെ ഇരുവശങ്ങളിലുമാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. കുറുക്കൻപാറയിൽ വർഷങ്ങളായി കുന്നുകൂടി കിടക്കുന്ന മാലിന്യ പ്രശ്നത്തിന് ശാസ്ത്രീയ പരിഹാരമൊരുക്കുന്ന ബയോ മൈനിംഗ് പദ്ധതിക്ക് കുന്നംകുളം നഗരസഭയിൽ തുടക്കം. ഗ്രീൻ പാർക്കിൽ നടന്ന ചടങ്ങിൽ കുന്നംകുളം MLA AC മൊയ്തീൻ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.